യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ തുടക്ക സമയത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചാണ് ഓപ്ഷണൽ പേപ്പറിന് ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണം. ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം തേടിപ്പോകുന്ന വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും അൺബയസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടാറില്ല. ഈ പർപ്പസ് കണ്ടിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അവതരിപ്പിക്കുന്നത്. സോ നിങ്ങൾ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 6 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രയോറിറ്റി, നിങ്ങൾക്ക് സബ്ജക്റ്റിനോട് തോന്നുന്ന ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കണം. കാരണം നിങ്ങൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന കാലത്തോളം അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അടിക്കടി ഓപ്ഷൻ മാറ്റാനായിട്ടുള്ള ലക്ഷറി ഒന്നും ഒരു UPSC ആസ്പിറന്റിനും ഇല്ല. ആൻഡ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഓപ്ഷനിൽ എടുത്തു. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻത്യൂസിയാസ്റ്റിക് ആയിട്ട് അതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 270 മാർക്സ് അറ്റൈൻ ചെയ്യുന്നത് പോസിബിൾ ആണ്. ആൻഡ് 270 ഈസ് ആക്ച്വലി എ ഗുഡ് സ്കോർ. ഒരു 270 മാർക്ക് വരെ സെൽഫ് പ്രിപ്പറേഷനിൽ കൂടി ആർക്കും നേടാൻ സാധിക്കും. എന്നാൽ അത് 300 ആക്കി ഉയർത്തണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫാക്കൽറ്റീൻ്റെ അക്കാഡമിക് സപ്പോർട്ട് അനിവാര്യമാണ്. കാരണം GS പേപ്പറിൻ്റെ ഇവാലുവേഷൻ പോലെയല്ല ഓപ്ഷണൽ പേപ്പറിൻ്റെ ഇവാലുവേഷൻ. ഓപ്ഷണൽ പേപ്പറിൽ ഒരിക്കലും ജേർണലിസ്റ്റ് ആൾക്കാർ ഇവാലുവേറ്റ് ചെയ്യത്തില്ല. പ്രോപ്പർ അക്കാഡമീഷ്യൻസ് ആയിട്ടുള്ള സബ്ജക്റ്റ് എക്സ്പേർട്ടുകളായിട്ടുള്ള യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ആയിരിക്കും ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ അവരുടെ ആൻസർ കീയിലുള്ള കാര്യങ്ങൾ, അതിനോട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് ഒരു നല്ല ഫാക്കൽറ്റിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ കാര്യത്തിൽ നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ ഓപ്ഷണൽ പേപ്പർ എടുത്ത് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ തന്നെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും അല്പം ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം. നല്ല ഫാക്കൽറ്റീസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല റെഫറൻസ് മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി. സോ റെഫറൻസ് മെറ്റീരിയൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി സൗകര്യപ്രദം. ഇനി നിങ്ങൾ കോച്ചിങ്ങിനായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റീൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നിങ്ങളത് ഡിമാൻഡ് ചെയ്യുക. സബ്ജക്റ്റ് ഫെമിലിയാരിറ്റിയും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങൾക്ക് നോക്കിക്കാണാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ മലയാളം ലിറ്ററേച്ചർ പോലുള്ള സബ്ജക്റ്റുകൾ ഗ്രാജുവേഷൻ ആയിട്ട് എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അത് തന്നെ ഓപ്ഷണൽ പേപ്പറായിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം. കാരണം ഇവിടെ നിങ്ങൾ എത്രത്തോളം ടൈം സേവ് ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കുക. ഈ ടൈം നിങ്ങൾക്ക് GS പ്രിപ്പറേഷന് കൂടുതൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഓപ്ഷണൽ പേപ്പറിൻ്റെ സിലബസ്, അത് കവർ ചെയ്യാൻ നിങ്ങൾ എടുക്കാൻ പോകുന്ന ടൈം എന്നിവ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒത്തിരി നല്ലതായിരിക്കും. കാരണം ഇതിനകത്ത് ഒത്തിരി ട്രിക്കി എലമെൻറ്റ്സ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഫോർ എക്സാമ്പിൾ, ആന്ത്രോപോളജി, മലയാളം ലിറ്ററേച്ചർ, സോഷ്യോളജി പോലത്തെ ഓപ്ഷണൽ പേപ്പേഴ്സ് അല്പം അഡ്വാൻറ്റേജ് ഓഫർ ചെയ്യുന്നു. കാരണം ചെറിയ സിലബസ്. പക്ഷേ ഈ ഓപ്ഷണൽ പേപ്പേഴ്സ് നിങ്ങളെ GS പ്രിപ്പറേഷന് പല രീതിക്കും ഹെൽപ്പ് ചെയ്യുന്നില്ല. എന്നാൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് പോലുള്ള സബ്ജക്റ്റുകളുടെ സിലബസ് അല്പം വാസ്റ്റ് ആണെങ്കിലും ഈ ഓപ്ഷണൽ പേപ്പറിൻ്റെ പ്രിപ്പറേഷൻ പലപ്പോഴും നിങ്ങളെ GS പേപ്പറിൻ്റെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്നു. സോ എഗെയിൻ ഇവിടെയും മാറ്റർ ചെയ്യുന്നത് ബേസിക്കലി സബ്ജക്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് സബ്ജക്റ്റ് ഫെമിലിയാരിറ്റി തന്നെയാണ്. UPSC റെഗുലറായി അവരുടെ വെബ്സൈറ്റിൽ ആനുവൽ റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്. ഈ ആനുവൽ റിപ്പോർട്ട്സിൽ കൂടി കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഓരോ ഓപ്ഷണൽ പേപ്പറിൻ്റെയും സക്സസ് റേറ്റ് ഇൻ പെർസെൻറ്റേജ് ടേംസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSIR, സോഷ്യോളജി, ആന്ത്രോപോളജി പോലുള്ള സബ്ജക്റ്റുകൾക്ക് സക്സസ് റേറ്റ് ഏതാണ്ട് 10% ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ നൽകുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നതും ഈ സബ്ജക്റ്റുകൾ തന്നെയാണ്. അതായത് ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസ് ബാക്കിയുള്ള ഓപ്ഷണൽ പേപ്പേഴ്സ് ചൂസ് ചെയ്യാണ്ടിരിക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. എഗെയിൻ ഇവിടെയും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് വരുന്നത് നിങ്ങളുടെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ഫെമിലിയാരിറ്റിയിലാണ്. Again, what matters most is you, that is the candidates.
So please trust in your subject interest and subject familiarity. History, Political Science and International Relations, Law, Malayalam Literature ഈ 4 സബ്ജക്റ്റുകളുടെ അക്കാഡമിക് സപ്പോർട്ടാണ് IASEB ഓഫർ ചെയ്യുന്നത്. തികച്ചും ഉത്തരവാദിത്തപരമായി ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിക്ക് ക്വാളിറ്റി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് ടെസ്റ്റ് സീരീസ് റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഓപ്ഷണൽ പ്രോഗ്രാം തന്നെയാണ് IASEBന്റെ മുഖമുദ്ര. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അക്കാഡമിക് സപ്പോർട്ടിന് ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്.